മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മുഅദ്ദിനു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയതിന്റെ ശേഷം ഇനി ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഞാൻ വിളിച്ച വാങ്കുലി ഇനി എന്നെ കൊണ്ട് വിളിക്കാൻ കഴിയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി ഏകനായ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് 2 തവണ പറഞ്ഞതിന്റെ ശേഷം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളയാണ്, മുഹമ്മദ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുദൂതരാണ്, ഇത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പറയാനാവാതെ മുത്തുനബി തങ്ങൾ താഴെ റൗളയിൽ കിടക്കുകയാണ്. ആ ഹബീബ് തൊട്ടരികത്ത് കിടക്കുമ്പോൾ എങ്ങനെയാണ് ആ പേരുച്ചരിക്കാൻ കഴിയുക? നബി തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലം മർഹനാ ബിഹാ യാ ബിലാൽ, ബിലാലെ നിസ്കാരത്തിന് വാങ്ക് വിളിക്കണേ, മനസ്സമാധാനം വേണം ബിലാലെ, നിങ്ങൾ സമാധാനം ലഭിക്കാൻ വേണ്ടി നിസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചേക്കണം എന്ന് പറയുമായിരുന്ന അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ ഇബ്നു റബാഹ് എന്നവർ ഷാമിലെത്തുന്നു. ഷാമിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ സ്വീകരിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിരിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മസ്ജിദുൽ അഖ്സായുടെ പാത്രിയാർക്കീസുമാർ വിശുദ്ധമായ അഖ്സാ പള്ളിയുടെ താക്കോലുകൾ നൽകി ഇസ്ലാമിന്റെ കരങ്ങളിലേക്ക് അഖ്സാ പള്ളി നൽകപ്പെടുമ്പോൾ, ഏൽപ്പിക്കപ്പെടുമ്പോൾ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലേ ബിലാലേ, വർഷങ്ങളായി നിങ്ങൾ വിളിക്കാതെ വെച്ച ആ വാങ്ക്, നിങ്ങളുടെ ഹബീബിന്റെ കാലത്ത് നിങ്ങൾ ഓതിയിരുന്ന ആ പരിശുദ്ധമായ വാങ്കുലി, ആ വചനങ്ങൾ ഇന്ന് മസ്ജിദുൽ അഖ്സ അല്ലാഹു നമ്മുടെ കരങ്ങളിലേക്ക് നൽകിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ചൊല്ലുമോ, വാങ്ക് വിളിക്കുമോ ബിലാലേ എനിക്ക് വേണ്ടി? അമീറുൽ മുഅ്മിനീനാണ് ആ പറയുന്നത്. മുഅ്മിനീങ്ങളുടെ ലോക മുഅ്മിനീങ്ങളുടെ ഖലീഫയാണ് ആ പറയുന്നത്. നിരസിക്കാൻ കഴിയില്ലല്ലോ. വാങ്ക് വിളിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ വാക്ക് മുഴുമിപ്പിക്കാൻ കഴിയാതെ തൊണ്ടയിടറി ഫബകാ വഅബ്കാ ജമീഅ. ബിലാൽ എന്നവർ കരയുകയും കൂടെ നിന്ന മുഴുവൻ ആളുകളെയും കരയിപ്പിക്കുകയും ചെയ്തു എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കിനെ കുറിച്ച് ഹബീബിനെ ഓർക്കാൻ കഴിയുന്നില്ല. മുത്തുനബി തങ്ങളെ പറയുമ്പോഴേക്കും തൊണ്ടമിടറുകയാണ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് എന്നവര് മരണശയ്യയിൽ കിടക്കുമ്പോൾ സ്വന്തം ഭാര്യ വാ കർബാ വാ ബിലാലാ, എന്റെ ഭർത്താവേ, നിങ്ങളുടെ വിയോഗം വല്ലാത്ത സങ്കടം നൽകുകയാണ്. നിങ്ങളുടെ വിയോഗം ഓർക്കുമ്പോൾ വ്യസനം വരികയാണ്. നിങ്ങൾ മരിക്കുകയല്ലേ? നിങ്ങൾ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോവുകയാണോ? ഷാമിൽ കിടക്കുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം സംഭവിക്കുമ്പോൾ തന്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞപ്പോ ഭാര്യയോട്, പെണ്ണേ, നീ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് നീ വ്യസനിക്കുന്നത്? ഇത് സന്തോഷത്തിന്റെ നേരമല്ലയോ? غدا نلقى الأحبة، غدا نلقى الأحبة محمدا وصحبه. നാളെയല്ലയോ ഞാൻ എന്റെ കൂട്ടുകാരെ കാണാൻ പോകുന്നത്? നാളെയല്ലേ ഞാൻ എന്റെ ഇഷ്ടജനങ്ങളെ കാണാൻ പോകുന്നത്? എന്റെ മരണം സംഭവിക്കുന്നതോടുകൂടെ ഞാൻ കാണുന്നത് മുഹമ്മദൻ വസ്വഹ്ബ, മുഹമ്മദ് നബി തങ്ങൾ എന്ന എന്റെ മെഹബൂബിനെയാണ്, അവിടുത്തെ സ്വഹാബിമാരെയാണ്. അത് കാണാനല്ലേ ഞാൻ പോകുന്നത്? പിന്നെ എന്തിനാണ് ഈ കരയുന്നത്? എനിക്ക് കരച്ചിൽ വരുന്നില്ല. ഈ മരണം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണെന്ന് ലോകത്തോട് വിട പറയുമ്പോൾ പുഞ്ചിരിക്കാൻ കഴിഞ്ഞ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു, ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്കും നൽകിയെങ്കിൽ, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മരണം വിധിക്കുന്ന നേരം, അല്ലാഹുവേ, അല്ലാഹുമ്മ ജഅൽ യൗമനാ, അല്ലാഹുമ്മ ജഅൽ അസ്അദ അയ്യാമിനാ യൗമ നൽഖാക്, അത് നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമായിരിക്കണം.
അല്ലാഹുവേ നീ ഇതങ്ങനെ ആക്കിത്തരണേ തമ്പുരാനെ. നിശാനെ മർദെ മുഅ്മിൻ, നിശാനെ മർദെ മുഅ്മിൻ ബാതു ഗോയം ചൂ മർഗ് ആമദ് തബസ്സും ബർലബസ്. ആരാണ് സത്യവിശ്വാസിയെന്ന്, ആരാണ് മുഅ്മിനെന്ന് ഞാൻ ഒരൊറ്റ വാക്കിൽ പറഞ്ഞു തരട്ടെ. ആരാണ് വിശ്വാസിയായത്, ആരാണ് മുഅ്മിനായതെന്ന് പറഞ്ഞു തരട്ടെയോ? നിശാനെ മർദെ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ അടയാളം ബാതു ഗോയം. ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ചൂ മർഗ് ആമദ് തബസ്സും ബർലബസ്. ആർക്കാണോ മരിക്കുമ്പോൾ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിയുന്നത് അവരാണ് മുഅ്മിൻ, അവരാണ് മുഅ്മിൻ. മരണസമയത്ത് പുഞ്ചിരിക്കാൻ കഴിയുന്നത് ജീവിതകാലം ചെയ്ത മുഴുവൻ നന്മകളുടെ അടയാളം അവിടെയാണ്. അതുവരെ ആർക്കും ഒന്നും അഭിമാനം പറയാൻ കഴിയില്ല, ആർക്കും ആരെപ്പറ്റിയും തസ്കിയത്ത് ചെയ്യാൻ കഴിയില്ല. ലാ നുസക്കി അലല്ലാഹി അഹദാ. അല്ലാഹുവാണ് യതവല്ല സറായിർ. നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നത് അല്ലാഹുവാണ്. ആ രഹസ്യങ്ങൾ ശരിയായിരുന്നോ എന്ന് ബോധ്യപ്പെടുന്നത് നമുക്ക് മരണം സംഭവിക്കുമ്പോഴാണ്. അതുകൊണ്ട് അല്ലാഹു ആ നേരം സന്തോഷമുള്ളൊരു നാളാക്കി തരട്ടെ, സന്തോഷമുള്ളൊരു മുഹൂർത്തമാക്കി തരട്ടെ. ജീവിതത്തെയോർത്ത് സങ്കടപ്പെടാതെ കഴിഞ്ഞ കാലത്തെയോർത്ത് സന്തോഷിക്കാൻ അല്ലാഹു നമുക്ക് വക നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.